അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ചർച്ച ഉള്ളിൻ്റെ ഭാഷ എന്നുള്ളതാണ്. ഭാഷ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എൻ്റെ മനസ്സിലുള്ള ഒരാശയം അല്ലെങ്കിൽ ഒരു ചിന്ത അത് നല്ല രൂപത്തിൽ മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോഴാണ് ഭാഷ അതിൻ്റെ ധർമ്മം നൽകിയത്. ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് ഭാഷകൾ അറിയാം. ആ കുട്ടി തൻ്റെ ഐഡിയകളും തൻ്റെ ചിന്തകളും പല രൂപത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ഐഡിയകൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിനൊരു നിഷ്കളങ്കത. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ നിഷ്കളങ്കമായൊരു ഭാഷ അതായിരിക്കും കുട്ടിയുടെ ഭാഷ, ജനിച്ചു വീണ കുഞ്ഞിൻ്റെ ഭാഷയായിരിക്കും. ഒരു ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലാഭേച്ഛയൊന്നും ഇല്ലാണ്ട് പക്ഷഭേദമന്യേ മനസ്സിൽ മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു ഭാഷയായിരിക്കും ഉള്ളിൻ്റെ ഭാഷ എന്ന് പറയുന്നത്. അതിൽ ചിലപ്പോൾ ചാടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചില വയസ്സന്മാരൊക്കെ കാണലില്ല, നിഷ്കളങ്കമായിട്ട് ചിരിക്കും. ഒരു കൈ ഇരുമ്പോൾ ഒരു തണുപ്പുണ്ടാവും. ഓരോ ചിരിക്ക് കൃത്രിമത്വമൊന്നും ഉണ്ടാവില്ല. മാർക്കറ്റിന് വേണ്ടിയിട്ട് അവരൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അവർ വളരെ ജെന്യൂനായി, വളരെ ഓർഗാനിക്കായി പച്ച മനുഷ്യന്മാരായിട്ട് ജീവിക്കും. നമ്മൾ ചില വേദിയിലൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ പാട്ടുകളൊക്കെ ഇങ്ങനെ വളരെ നല്ല രൂപത്തിൽ ആസ്വദിക്കുന്നുണ്ടാവും. കാലിൽ താളം പിടിക്കുന്നുണ്ടാവും. അവരുടെ കണ്ണിന് പ്രത്യേക താളം ഉണ്ടാവും. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ പോകുമ്പോൾ എന്താണ്ടാവും എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയൊക്കെ ഒരു മാർക്കറ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് മാറും. എനിക്ക് തോന്നുന്നത് അറിയാം, ഒരു പക്ഷേ ഈ വിദ്യാലയങ്ങളിലൊന്നും പോവാത്ത ആളുകൾക്കായിരിക്കും നമ്മുടെ നല്ല ഭാഷ ഉണ്ടാവുക. പച്ചയായ ഭാഷ എന്ന് പറയുന്നത് വൈലോപ്പിള്ളിൻ്റെ ഒരു കവിത ഉണ്ട്. കവിതയിൽ എൻ്റെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണ കുട്ടിയോട് പറയുന്നുണ്ട്, മോനെ നീ സ്കൂളിൽ പോവാണല്ലോ, പള്ളിക്കൂടത്തിലേക്ക് പോവാണല്ലോ, ഇതുവരെ നിനക്ക് പക്ഷിയുടെ ഭാഷ അറിയാം, മണ്ണിന്റെ ഭാഷ അറിയാം. അതുകൊണ്ട് നീ പോകും മുമ്പ് നീ സംസാരിച്ച് കിളികളോടൊക്കെ സംസാരിക്കണം. കാരണം ഈ പാഠശാലയിൽ പോയാൽ നീ ആ ഭാഷയൊക്കെ മറക്കും. ഒരു വയൽ ഫാക്റ്റ് ആണ്. നമുക്ക് ജന്മന മണ്ണിനോട് ബന്ധമുണ്ട്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പൂച്ചയോട് വർത്താനം പറയും, കോഴിനോട് വർത്താനം പറയും. കാരണം പ്രകൃതിയിലെ സർവ്വ കാര്യങ്ങളോട് നമ്മൾ സംസാരിക്കും. കുറച്ചുകണ്ട് കഴിയുമ്പോൾ നമുക്ക് മതിലുകളായി, നമുക്ക് വേലികളായി, നമുക്ക് പരിമിതികളായി. നമ്മൾ നമ്മുടെ ചുറ്റിനെ മറക്കുകയാണ്. നമ്മൾ തിരക്കിനിടപെട്ടിട്ട് നമുക്കിന്നെ കിളിയുടെ ഭാഷയില്ല, ചുറ്റുപാടിന്റെ ഭാഷയില്ല. നമ്മൾ യാന്ത്രികമായ ലോകത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഈ യാന്ത്രികമായ ലോകത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിന്റെ ഭാഷ അന്യമാവുന്നു എന്നതാണ്. നമ്മൾ പറഞ്ഞു വന്നത് മനുഷ്യൻ സിവിലൈസ്ഡ് ആകും തോറും ഭാഷയിൽ സോഫിസ്റ്റിക്കേഷൻ വന്നു പോകുന്നു എന്നുള്ളത്. നമ്മള് ഈ ഗ്രാമത്തിലെ ഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിസ്റ്ററി പറയുമ്പോൾ അല്ലെ, മുല കുടിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് ഗ്രാമീണ സ്ത്രീകളെയാണ്. കാരണം അവിടെ പച്ച മനുഷ്യന്മാരാണെന്നുള്ളതാണ്. കലർപ്പില്ലാത്ത ഭാഷ സംസാരിക്കുന്ന പച്ച മനുഷ്യന്മാർക്കിടയിലേക്കാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഉള്ളിന്റെ ഭാഷ പേർണം അവിടെ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുട്ടികളെ ചെറുപ്പത്തിൽ ഉമ്മന്റെ ഒപ്പം സാഹസിക്കണം എന്ന് പറയുന്നത്. ഉമ്മന്റെ ഭാഷ എന്ന് പറഞ്ഞാല് സ്വതവേ അതൊരു പച്ചയായ ഒരു ഭാഷയാണ്. ഉള്ളിന്നുള്ള ഒരു ഭാഷയാണ്. ഈ ഭാഷ അന്യം നിന്ന് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നതാണ്. നമ്മളിപ്പോ മുന്നിൽ കണ്ടിട്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികൾ ആലോചിച്ചു, അവര് സംസാരിക്കുന്നത് പോലും ഭാവിയെ കണ്ടിട്ടാണ്. അത് ഉള്ളിന്റെ ഭാഷയല്ല യഥാർത്ഥത്തിൽ ഉണ്ടാവണത്. ഉള്ളിന്റെ ഭാഷയാകുന്നിടത്ത് നമ്മുടെ അക്ഷരങ്ങളുടെ ഭംഗി നല്ല പ്രധാനം, അല്ലെങ്കിൽ അയാളുടെ ജസ്റ്റിഫിക്കേഷനോ അയാളുടെ മോഡുലേഷനോ നല്ല പ്രധാനം. മറിച്ച് അയാളെ സംസാരത്തിലൂടെ പുറത്തേക്ക് വരുന്ന ഒരു ജൈവികത, അത് നമുക്ക് പെട്ടെന്ന് കൺവേ ചെയ്യാൻ പറ്റും. അതിൽ ചാടൊന്നും ഉണ്ടാവില്ല. ചില പഴയ മനുഷ്യന്മാരില്ലേ, സുലൈമാൻ ഹുസൈനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, പോലെ സംസാരത്തിലൊക്കെ ഇപ്പൊ എന്താ അക്ഷരശുദ്ധിയാണ്. പക്ഷെ
അത് നമുക്ക് വളരെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മുടെ ബഷീർ ഒരു വേളത്ര ഫേമസ് ആയത് ഇത്തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ചു. നമ്മളിന്ന് ബഷീറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാത്തുമ്മയുടെ ആട് പെറ്റുവിട്ടും ആ ഒരു വാക്കിന് ഉള്ള എഫക്റ്റ് എത്രയാണ്, അത് എത്ര മനുഷ്യന്മാരുടെ മനസ്സിലാണ് അഡും എന്നുള്ള അർത്ഥമില്ലാത്തൊരു വാക്ക് സ്വാധീനിച്ചത്. ഉള്ളിന്റെ ഭാഷ, ഉള്ളിന്റെ ഭാഷയാണ്. ബഷീർ കുറെ പഠിച്ച ആളൊന്നല്ല. അല്ല, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ഉമ്മിയായിട്ടാണ് പഠിച്ചത്. അതായത് മണ്ണിന്റെ ഭാഷ അറിഞ്ഞ് ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആൻ, അതും സാഹിത്യം, അതും ഭാഷയാണ്. ഇത്തരത്തിൽ ഏറ്റവും വലിയൊരു മുഅ്ജിസത്ത് കൊടുത്ത് പൊതുജനങ്ങളിലേക്ക് ഇറക്കി വിടുന്നത്, ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വിടുന്നത് ഈ ഭാഷയുടെ പ്രാധാന്യവും ഈ ഉള്ളിന്റെ സ്വഭാവവും തിരിച്ചറിഞ്ഞത് കൊണ്ടായി. തീർച്ചയായിട്ടും. ഓക്കെ, നമ്മൾ ഈ മാറി വരുന്ന ഒരുപാട് കൾച്ചറൽ മാറ്റങ്ങളുണ്ട്, വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടെക്നിക്കൽ ലോകത്തൊക്കെ ഭാഷയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഭാഷയിൽ പോലും വലിയ വേലിക്കെട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ജൻസിയുടെ ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു മതിൽക്കെട്ടാണ്. നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാനുള്ള സ്പേസ് തരാതിരിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പുതിയ ഭാഷ രൂപീകരിക്കുന്നതിലൂടെ. അപ്പൊ ഈ നമ്മുടെ പക്ഷെ ഉള്ളിന്റെ ഭാഷയ്ക്ക് അങ്ങനെ മതിൽക്കെട്ടൊന്നുമില്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷ. പിന്നെ സ്കൂളിലൊന്നും പോകേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഈ മനുഷ്യ ഭാഷ എന്ന് പറയുന്നത്, ഉള്ളിന്റെ ഭാഷ എന്ന് പറയുന്നത്, അത് മതിൽക്കെട്ടില്ലാതെ അല്ലെങ്കിൽ ഒരു മതിൽക്കെട്ടില്ലാണ്ട് എല്ലാവർക്കും സ്വായത്തമാക്കുന്ന വൈജ്ഞാനിക പ്രവേശനത്തിനുള്ള ആശയ സംവേദനത്തിനുള്ള ഒരു വഴിയാണ് ഉള്ളിന്റെ ഭാഷ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടമാകുന്നത് നമുക്കൊക്കെ ഉണ്ടായിരുന്ന കൾച്ചറാണ്. ഇതാണ് നമുക്കിവിടെ പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത്. സംസ്കാരം കൂടുന്തോറും ഭാഷയിലെ അതിക്രമങ്ങൾ നടന്നു പോകും. നിങ്ങൾ ഈ പറയുന്ന സംസ്കാരത്തിൽ പോലും അതിൽ പോലും ഉണ്ട്. നമ്മൾ പറയും നമുക്ക് സംസ്കാരമല്ല എന്നാ പറയാം. ഇപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരാൾ ഇരിക്കുകയാണെ, ഒരു വയസ്സനായ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ അയാൾ തുണിയൊക്കെ ഒന്ന് പൊക്കിയിട്ടായിരിക്കും നമ്മൾ എന്താ പറയാ, സംസ്കാരമില്ല എന്നാ പറയാ. യഥാർത്ഥത്തില് സംസ്കാരമില്ലായ്മയാണോ അത്? അല്ല, സംസ്കാരം ഉള്ളത് അയാൾക്കാണ്. അത് പറയുന്നവർക്കാണ് സംസ്കാരം ഇല്ലാത്തത്. തല തിരിഞ്ഞൊരു ലോകവും തല തിരിഞ്ഞൊരു ചിന്താഗതികളും. ഓക്കെ, അപ്പൊ നമ്മളിൽ നിന്ന് പുറത്ത് കടന്നാൽ തന്നെ ഒരു പക്ഷെ നമുക്ക് ഉള്ളിന്റെ ഭാഷ മനസ്സിലാവും. ഓക്കെ, നമ്മൾ ചെന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്ത് കടന്ന് ഒരു ജെനുവിനായ ഒരു സ്വത്വബോധമുള്ള ഒരു മനുഷ്യനായി മാറുമ്പോൾ ഉള്ളിന്റെ ഭാഷ പുറത്തു വരും. പുറത്തു വന്നാൽ, ഉള്ളിന്റെ ഭാഷ പുറത്തു വന്നാൽ ഈ ലോകത്തെയും ഈ പ്രപഞ്ചത്തെയും വിശാലമായ കാഴ്ചപ്പാടുകളിലൂടെ കാണാനും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും കഴിയും എന്ന് പറഞ്ഞ് നിർത്താം. അസ്സലാമു അലൈക്കും.